നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങേറ്റം ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഷാർജയിലെ ഒരു വിദ്യാർത്ഥിനിയുടെ മരണം ഇപ്പോൾ കേരളത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഷാർജയിൽ മലയാളി വിദ്യാർത്ഥിനി കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ച സാഹചര്യത്തെക്കുറിച്ച് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇതിന്റെ കാരണം എന്താണെന്നുള്ളതിനെ കുറിച്ച് ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. ഷാർജ നബയിൽ മലയാളി വിദ്യാർത്ഥിനിയായ നന്ദിതയുടെ മരണം അത് വളരെയധികം ആഘാതം തന്നെയാണ് മലയാളികൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. കെട്ടിടത്തിൽ നിന്നും വീണ് മരിച്ച നിലയിലാണ് ആ പെൺകുഞ്ഞിനെ കണ്ടെത്തിയിരിക്കുന്നത്. ഷാർജ ഔർ ഓൺ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നന്ദിത താമസിക്കുന്ന കെട്ടിടത്തിൽ വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെയാണ് 10ാം നിലയിൽ നിന്നും വീണ് മരിച്ച നിലയിൽ ഈ കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത്. ആത്മഹത്യയാണെന്ന് പ്രാഥമിക വിലയിരുത്തലാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ഷാർജ പോലീസും പാരാമെഡിക്കൽ വിഭാഗവും സ്ഥലത്തെത്തിയിരുന്നു. ഉടൻ തന്നെ കുവൈറ്റി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ ആയിട്ടില്ല. ഷാർജ എത്തിസലാട്ടിൽ എഞ്ചിനീയർ ആയി ജോലി ചെയ്യുന്ന എറണാകുളം സ്വദേശിയായ മുരളിയുടെയും നിഷയുടെയും മകളാണ് നന്ദിത. കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നതായി റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു. ദുരൂഹമായ സാഹചര്യത്തിലാണ് പെൺകുട്ടിയെ രാത്രി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കേസ് ത്വരിതപ്പെടുത്താൻ തന്നെയാണ് ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. രാത്രിയായിരുന്നു പെൺകുട്ടിയുടെ മൃതദേഹം കിട്ടിയിരുന്നത്. പെൺകുട്ടി മരിച്ചത് ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണോ എന്നും ചില സംശയങ്ങളുണ്ട്. ഇത് കൊലപാതകമാണോ എന്നും ഇപ്പോൾ സംശയിച്ചു വന്നിരിക്കുകയാണ്. എന്നാൽ തങ്ങളുടെ കുടുംബവുമായി വിരോധമുള്ളവരായി ആരും ഇല്ല എന്ന് തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ ഇതിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ അന്വേഷിച്ചു വരുന്നത്. പെൺകുട്ടിയുടെ അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ, അതായത് ഷാർജയിൽ തന്നെയാണ് ഇപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസ പഠനം നടത്തുന്നത്. പെൺകുട്ടിയുടെ മരണത്തിൽ ദുരൂഹതകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് കരുതുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കളെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളും ഏറി വരികയാണ്. ഷാർജയിൽ ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവം ഏറെ ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്. രാത്രി വളരെ വൈകിട്ടും തിരിച്ച് ഹോസ്റ്റൽ മുറിയിൽ എത്താത്തതുമായി ബന്ധപ്പെട്ടായിരുന്നു പിന്നീട് അന്വേഷണം നടത്തി ഏറ്റവും ഒടുവിൽ 10ാം നിലയിൽ കണ്ടെത്തിയിരുന്നത്. രാത്രി വളരെ വൈകിയും പെൺകുട്ടിയെ കാണാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഏറ്റവും ഒടുവിലാണ് മൃതദേഹം കണ്ടെത്തിയിരുന്നത്. 10ാം നിലയിൽ നിന്ന് വീണ് മരിച്ചതിന്റെ സാഹചര്യത്തെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണ് പോലീസുകാർ. ഇത്രയും ഉയരെ പോയി ആത്മഹത്യാനുള്ള സാധ്യതകളെ കുറിച്ചും പെൺകുട്ടിക്ക് എന്തെങ്കിലും രീതിയിലുള്ള മാനസിക സമ്മർദ്ദം സ്കൂളിൽ നിന്നോ മറ്റാളുകളിൽ നിന്നോ അനുഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ എന്നും അന്വേഷിച്ചു വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ, അതോടൊപ്പം തന്നെ ക്ലാസ്സിലെ അധ്യാപകർ, അതോടൊപ്പം സ്കൂളിലെ മറ്റു സഹപാഠികൾ, ഇവരിൽ നിന്നുമൊക്കെ തെളിവെടുപ്പിനായി പോലീസ് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞതായുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ആത്മഹത്യയാണ് എന്ന പ്രാഥമിക വിലയിരുത്തൽ നടത്തുമ്പോഴും ഇതിൽ എന്തെങ്കിലും രീതിയിലുള്ള ദുരൂഹതകൾ ഉണ്ടോ എന്ന് തന്നെയാണ് പറയുന്നത്. ആത്മഹത്യയാണ് നടന്നതെങ്കിൽ അതിന്റെ കാരണം എന്താണ് എന്നതിനെക്കുറിച്ച് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. സംഭവം വളരെയധികം ഞെട്ടിക്കുന്നത് തന്നെയാണ്. പ്രത്യേകിച്ചും ഷാർജയിൽ നടക്കുന്ന ഈ സംഭവം വളരെയധികം ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.